എം ടി ഫൈവ് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. നമുക്ക് എം ടി ഫൈവ് നമ്മൾ ഓപ്പൺ ചെയ്ത പാടെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരിക. ഇതിൽ നമുക്ക് ഡെമോ അക്കൗണ്ട് റിയൽ അക്കൗണ്ടും ക്രിയേറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡെമോ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഡെമോ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുക്കാൻ പറയും. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ അതിൻ്റെ മുന്നേ +91 എന്നുള്ള കാര്യം എന്തായാലും ആഡ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതിനുശേഷം നമുക്ക് ലിവറേജ് എല്ലാ കാര്യം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കൊടുക്കാം. ആൻഡ് നമുക്കിവിടെ ഡെപ്പോസിറ്റ് സ്ഥലത്ത് നമുക്ക് എത്രയാണോ, ഇതൊക്കെ ഡെമോ അക്കൗണ്ട് ക്യാഷാണ്, അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതിനുശേഷം ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യും. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട്. നമ്മളൊരു പുതിയ ഡെമോ അക്കൗണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് എം ടി ഫൈൻ ഇൻ്റർഫേസ് വരാം. ഇവിടെ ഒരുപാട് കറൻസി പേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആൻഡ് ഇതിനാണ് കോഡ്സ് എന്ന് പറയാം. കോഡ്സിൽ നമുക്ക് വേണ്ടാത്ത സാധനം നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. കോഡ്സ് ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാം. നമുക്കെല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കെല്ലാം ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമുക്ക് വേണ്ട സാധനം മാത്രം ഇവിടെ വെച്ചാൽ മതി. ആൻഡ് ഇവിടെ നമുക്കൊരു പുതിയൊരു സാധനം നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മേലെ കാണുന്ന സെർച്ച് ബട്ടണിൽ പോവാം. നമുക്ക് ഏതാണോ വേണ്ടത്, XAU USD ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ജസ്റ്റ് ഒരു ടിക്ക് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിലേക്ക് കോഡ്സിലേക്ക് ആ കറൻസി ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം നമുക്കിനി ചാർട്ട് നോക്കാം. ചാർട്ട് നോക്കുമ്പോൾ ഗോൾഡിൻ്റെ ചാർട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ കോഡ്സിൽ നമുക്ക് ചാർട്ട് എടുക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് എടുക്കാം. ചാർട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്യാൻഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ടൈം ഫ്രെയിം നോക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ മേലെ കാണുന്നുണ്ട് ടൈം ഫ്രെയിം M15 M5 എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 15 മിനിറ്റ് 30 മിനിറ്റ്സ് 1 അവർ ഇങ്ങനെ ഒരുപാട് ടൈം ഫ്രെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ടൈം ഫ്രെയിംസ് വേണമെങ്കിൽ ഇവിടുത്തെ ഈ 3 വരയും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൈം ഫ്രെയിംസ് കിട്ടും. ഓക്കെ, ആൻഡ് നമുക്ക് എല്ലാ ടൈം ഫ്രെയിംസും നമുക്കിവിടെ കിട്ടും. ആൻഡ് ഇതാണ് നമ്മുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഈ സൈഡ് കാണുന്ന ഈ ഡിജിറ്റ്സ് ഒക്കെയാണ് നമ്മുടെ പ്രൈസ്, ഗോൾഡിൻ്റെ കറണ്ട് പ്രൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് നമുക്കൊരു എൻട്രി എടുക്കണം. ഈ താഴെ കാണുന്ന കോഡ്സും ചാർട്ടും ട്രേഡ്സും ഹിസ്റ്ററിയും സെറ്റിങ്സും ഒക്കെ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ മേലെ കാണുന്ന ഈ ബോക്സിൻ്റെ ചിഹ്നം കണ്ടോ, ഈ ക്ലോക്കിൻ്റെ അടുത്തുള്ള ബോക്സിൻ്റെ ചിഹ്നം, ഇത് ഞെക്കാം. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നടുവിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ലോട്ട് സൈസ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് ഏത് ലോട്ടിലാണോ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ആ ലോട്ട് ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ബൈയും സെല്ലും. നിങ്ങൾക്ക് ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ബൈ എന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇത് ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ബൈ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് അവിടെ അന്നേരം തന്നെ ബൈ ആയി. പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ബൈ ആയി. നമ്മളൊരു ലിമിറ്റും ഇല്ല, നമ്മൾ കൺഫർമേഷൻ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് നമ്മൾ ബൈ എടുത്തതെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതിൻ്റെ ഹിസ്റ്ററി കാണണമെങ്കിൽ ലൈവ് ട്രേഡ് കാണണമെങ്കിൽ ഇവിടെ താഴെ ട്രേഡ് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ട്രേഡ് റണ്ണിങ്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒന്ന് സൈഡിലേക്കാക്കി യെല്ലോ ടിക്ക് മാർക്ക് കൊടുത്ത് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളിപ്പോൾ എടുത്ത ട്രേഡും അതിൻ്റെ ടൈമും നമ്മളെടുത്ത ലോട്ട് സൈസും ഒക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ കാണാം. സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? ആൻഡ് നമുക്ക് ഇവിടെ നമുക്കൊന്നും കൂടെ നോക്കാം. നമുക്കൊരു ബൈ ഞെക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രേഡ്സിൽ പോയി കഴിഞ്ഞാൽ മേലെ കാണാം ബാലൻസ്, നമ്മൾ എത്രയായിരുന്നു നമ്മളെ അക്കൗണ്ടിലുള്ള ബാലൻസ്, അതിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രോഫിറ്റിലാണോ പോകുന്നത് ലോസിലാണോ പോകുന്നത് ആ ഒരു ഡിജിറ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. മാർജിൻ ഉണ്ട്, ഫ്രീ മാർജിൻ ഉണ്ട്, മാർജിൻ ലെവൽ ഉണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ഇപ്പം നമ്മൾ ട്രേഡ് ഇവിടെ കറൻ്റ്ലി റണ്ണിങ് ആണ്. ഇവിടെ കണ്ടോ $0.11 ലോസിലാണ് റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എങ്ങനെ SLും TPയും വെക്കാം. ഡയറക്റ്റ് അടിച്ച എൻട്രിയിൽ എങ്ങനെ നമുക്ക് SLും TPയും വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ലൈൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എൻട്രി അടിച്ച ലെവൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ SLും TPയും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. SL കൊണ്ടുപോയി നമുക്കിതിൻ്റെ മേലെയും SL കൊണ്ടുപോയി ഇതിൻ്റെ താഴെയും TP കൊണ്ടുപോയിട്ട് ഇവിടെ മേലെയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SLും TPയും. ഇപ്പോൾ SL അടിച്ചാൽ നമുക്ക് $3 ലോസാവും, TP അടിച്ചാൽ നമുക്ക് $13 TP ആവും. ഇങ്ങനെ വെച്ചിട്ട് ഈ ആരോ മാർക്ക് ഒന്ന് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പൊസിഷൻ അവിടെ ആയി. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് SLും വെച്ച് നമ്മൾ TPയും വെച്ച്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെയല്ലാണ്ട് നമുക്ക് കറക്റ്റ് ഡിജിറ്റൽ SL വെക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് പോക്കാം. ഈ പെൻസിൽ ടൂൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് SLും ഇതും നമുക്ക് കറക്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം. മോഡിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് SLും TP നമുക്ക് ഡിജിറ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം SL വെച്ചെടുക്കുന്ന നമ്മൾ പഠിച്ചൊരു ബൈ ലിമിറ്റും സെൽ ലിമിറ്റും എന്ന് പറഞ്ഞ 2 സാധനങ്ങൾ, അതെങ്ങനെയാണ് വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ ബൈ ലിമിറ്റ് വെക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ക്ലോക്കിൻ്റെ ചിഹ്നം, ഈ ബോക്സിന് പകരം ഈ ക്ലോക്കിൻ്റെ ചിഹ്നം ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ ബൈ എടുക്കുന്നതെങ്കിൽ നമുക്ക് SL നമുക്ക് ആദ്യമേ താഴെ ഫിക്സ് ചെയ്യും. ഓക്കെ, TP നമുക്ക് ഇവിടെ വെച്ച്
ഇത് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് സ്വാപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബൈ ലിമിറ്റ് ഇവിടെ ഓക്കെ. പറഞ്ഞാൽ മാർക്കറ്റിന് വന്ന ബ്ലൂ ലൈൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ഓട്ടോമാറ്റിക് ബൈ ആവും. എന്നിട്ട് പോയിട്ട് ഈ ടി പി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇപ്പം ടി പി അടിച്ചാൽ $15.98 പ്രോഫിറ്റ്, എസ് എൽ അടിച്ചാൽ $6.47. ഇനി നമുക്ക് ജസ്റ്റ് ട്രേഡിൽ നോക്കാം. ട്രേഡിൽ നോക്കുമ്പോൾ ഇത് നമ്മളിപ്പം കറൻ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡാണ്. ഈ ട്രേഡ് വേണ്ട എങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ആക്കാം, ടിക്ക് മാർക്ക് കൊടുക്കാം, ക്ലോസ്. ഓക്കെ, ആൻഡ് ഈ ട്രേഡാണ് നമ്മളിപ്പം പ്ലേസ് ചെയ്ത്. ഇവിടെയാണ് നമ്മൾ ബൈ ലിമിറ്റ് പ്ലേസ് ചെയ്തത്. നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ബൈ ലിമിറ്റ് വേണ്ടെങ്കിൽ നമുക്ക് ഈ ബൈ ലിമിറ്റ് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അല്ല ഇനി ബൈ ലിമിറ്റിൽ നമുക്ക് എസ് എല്ലും ഡി പിയും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ പെൻസിലിൻ്റെ ടൂൾ ഞെക്കിക്കഴിഞ്ഞ് ഇവിടെ ചേഞ്ച് ചെയ്യാം. ആൻഡ് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി അടിച്ച് ഇവിടെ നമുക്ക് നമ്മുടെ എസ് എൽ ഇവിടെയാണ് വിചാരിക്കും. എസ് എൽ ഇവിടെയാണ്. നമുക്ക് എസ് എൽ മാറ്റണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ എസ് എൽ ഒന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് താത്തി കൊടുത്ത് ഇവിടെ വെച്ച് നമ്മളൊന്ന് മോഡിഫൈ എന്ന് കൊടുത്ത് നമ്മൾ എസ് എൽ അവിടത്തേക്ക് എസ് എല്ലും ടി പിയും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതായിരുന്നു നമുക്ക് കറൻ്റ് റൺ ചെയ്യുന്ന ട്രേഡ്. ഇതിങ്ങനെയാക്കി ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ക്ലോസ് ആയി. നമുക്ക് ഈ ബൈ ലിമിറ്റ് വേണ്ടെങ്കിലും നമുക്ക് എന്താക്കാം, ബൈ ലിമിറ്റും ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത 3 ട്രേഡിൻ്റെ ഹിസ്റ്ററി ഇവിടെയുണ്ട്. ഓക്കെ, ടോട്ടൽ ലോസ് മൈനസ് പോയിൻ്റ് 10. ഓക്കെ, -0.10 ആണ് നമുക്ക് ലോസ് വന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് മേലത്തെ ഈ ക്ലോക്കിൻ്റെ ചിഹ്നത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇന്നത്തെ ലോസ്, കഴിഞ്ഞ വീക്കിൻ്റെ അവസ്ഥ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ഇതിൻ്റെ ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്കിവിടെ നോക്കാം. ഇനി താഴെ ഒരു കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് എത്ര ദിവസത്തെ ഇതാണ് നോക്കേണ്ടത്, ജസ്റ്റ് ഒരു മാസത്തെ അല്ലെങ്കിൽ നമുക്കൊരു 5-6 ദിവസത്തെയൊക്കെയാണ് നമുക്കിവിടെ കസ്റ്റമൈസ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ടിക്ക് കൊടുക്കാം. താഴെ നമുക്ക് ക്രിയേറ്റ് എ ട്രേഡ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നമ്മുടെ ലോസിൻ്റെയും പ്രോഫിറ്റൊക്കെ റിപ്പോർട്ടും കിട്ടും. ഓക്കെ, ഇത്രയാണ് സിമ്പിളായിട്ട് പറയാം. ഇനി നമുക്ക് വരുന്നൊരു സാധനമാണ് ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്. ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് സെയിം തന്നെയാണ്. ഈ ക്ലോക്കിൻ്റെ ചിഹ്നം ഞെക്കുക. നമുക്ക് ഇവിടെ നിന്നാണ് ബൈ സ്റ്റോപ്പ് ചെയ്യേണ്ടെങ്കിൽ ഈ സെൽ ലിമിറ്റ്, താഴെ കാണുന്ന ഈ സെൽ ലിമിറ്റിൻ്റെ മേലൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പം നമുക്കിവിടെ കാണാം സ്റ്റോപ്പ് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തായി, ബൈ സ്റ്റോപ്പായി. ഓക്കെ, ബൈ സ്റ്റോപ്പായി. ഇവിടെ നമുക്ക് എസ് എല്ലും വെക്കാം, ഇവിടെ നമുക്ക് ടി പിയും വെച്ചിട്ട് നമുക്ക് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബൈ സ്റ്റോപ്പായി. ഇനി നമുക്ക് സെൽ സ്റ്റോപ്പാണ് വേണ്ടെങ്കിൽ ഓൾറെഡി മാർക്കറ്റുള്ള പ്രൈസിൻ്റെ താഴെ നിന്നാണ് നമ്മൾ സെൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് എസ് എൽ വെച്ച് ടി പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഇവിടെ സെൽ സ്റ്റോപ്പും കിട്ടി. ഓക്കെ, ഇത് രണ്ടും വേണ്ടെങ്കിൽ ട്രേഡ് പോവാം, ജസ്റ്റ് രണ്ടും ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ലൈൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരുമിച്ച് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ഓൾ ഓർഡേഴ്സ് എന്ന് ഒരു ഓപ്ഷൻ വരും, ഡിലീറ്റ് ഓൾ ഓർഡേഴ്സ്. ഇനി നമുക്ക് വരുന്നൊരു സാധനം പാർഷ്യൽ ക്ലോസിങ്. ഓക്കെ, നമ്മൾ ലോട്ട് സൈസ് മനസ്സിലാക്കി. അപ്പം ലോട്ട് സൈസ് നമ്മളിവിടെ 0.1 ഇട്ട്, അല്ലെ 0.05 ഇട്ട്. ഇവിടെ നമ്മളൊരു ട്രേഡ് റണ്ണിലേക്ക് എൻ്ററായി. ഓക്കെ, ഇവിടെ നമ്മൾ ട്രേഡിലേക്ക് എൻ്ററായി. 2 ട്രേഡ് അറിയാണ്ടായി പോയി. അപ്പോൾ ഒരു ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്ത് ഇവിടെ നമ്മൾ ട്രേഡ് റണ്ണിങ്. ഇതിൽ നമുക്കൊരു പാർഷ്യൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് സ്വാപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് സ്വാപ്പ് ചെയ്ത് ഈ പെൻസിലിൻ്റെ ടൂൾ ഒന്ന് ഞെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കും, മോഡിഫൈൻ്റെ ഓപ്ഷനാണ്. സ്റ്റോപ്പ് ലോസ് എത്ര വെക്കണം, ടി പി എത്ര വെക്കണം, ഇവിടെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് ജസ്റ്റ് സൈഡിലേക്ക് മൊത്തത്തിൽ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0.05 എന്നൊരു ഓപ്ഷൻ ഇല്ലേ, ഇത് ജസ്റ്റ് 0.2 നമുക്ക് വേണമെങ്കിൽ പാർഷ്യലി ക്ലോസ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് സൈഡിലേക്കാക്കി പെൻസിൽ നോക്കി കഴിഞ്ഞാൽ, അല്ലെ നമുക്കിവിടെ മോഡിഫൈ ആണ് പെൻസിൽ, ജസ്റ്റ് ഒന്ന് സൈഡിലേക്കാക്കി ഈ ടിക്ക് മാർക്ക് കൊടുക്കാം. 0. ഇവിടെ നമുക്ക് 2 ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, 0.05 നമ്മൾ അറൗണ്ട് 0.04 വരെ ഇപ്പം ക്ലോസ് ചെയ്ത്. കാരണം നമ്മൾ 2 പ്രാവശ്യം 0.02 വരെ നമ്മൾ ക്ലോസ് ചെയ്ത്. അപ്പം ടോട്ടൽ 0.04 നമ്മൾ ക്ലോസ് ചെയ്ത്. ബാക്കി ആകെ റണ്ണിങ് ആയിട്ടുള്ളത് 0.01. അത് നമുക്കിനി പാർഷ്യലാക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സൈഡിലേക്ക് പോവാം, ടിക്ക് കൊടുക്കാം, ക്ലോസ് 0.01 ബൈ മാർക്കറ്റ് വിത്ത് ലോസ് $0.95 നമുക്കിത് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ കോഡ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കറൻസീസോ അല്ലെങ്കിൽ കമ്മോഡിറ്റീസോ, ആൻഡ് ചാർട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആ കറൻസിയുടെ ചാർട്ടും കാര്യങ്ങളും, ട്രേഡ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ കറൻ്റ് റൺ ചെയ്യുന്ന ട്രേഡും കാര്യങ്ങളും അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഹിസ്റ്ററിയിലുണ്ടാവും. ഓക്കെ, സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് ആകെ നമ്മൾ MT5 കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.